അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകളുമായി ട്രംപ് മുൻപോട്ട് നീങ്ങുമ്പോൾ ആ നീക്കങ്ങൾക്ക് തുരങ്കം വെക്കുന്ന നടപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പലയാവർത്തി ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിക്കുകയും വല്ലാതെ പ്രകോപിതനാവുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രകോപിതനായി എന്ന് പറയുമ്പോൾ ചൂടായി സംസാരിച്ചു എന്നുള്ളതിനപ്പുറം മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നെതന്യാഹുവിനെ തെറി പറഞ്ഞു എന്നാണ് ആക്സിയോസ് എന്ന പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമം വെളിപ്പെടുത്തിയത്. ആക്സിയോസിന്റെ പ്രശസ്ത നയതന്ത്രജ്ഞ പ്രവർത്തകനായ ബറാക് റാവിദ് ആണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. ഈ വാർത്ത പുറത്തു വന്നതോടെ ഇസ്രായേലിന് വലിയ തോതിലുള്ള മാനക്കേടാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇറാനുമായി അമേരിക്ക ഔദ്യോഗികമായും അനൌദ്യോഗികമായും പാകിസ്ഥാൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലെബനോനിലെ ഹിസ്ബുള്ളയെ നേരിടുന്നതിനു വേണ്ടി ഇസ്രായേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് വലിയ തോതിലുള്ള തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ സൈനിക നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ വിളിയിൽ അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് അങ്ങേയറ്റം മര്യാദഘട്ട രീതിയിൽ സംസാരിക്കുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നെതന്യാഹുവിനെ നന്ദികെട്ടവൻ എന്നാണ് ആദ്യം ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് പറഞ്ഞ വാക്കുകൾ, തനിക്ക് ഭ്രാന്താണോ, ഞാനില്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ, തന്നെ ഞാൻ രക്ഷിക്കുകയാണ്, എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെയും തന്നെയും ലോകം മുഴുവൻ വെറുക്കുകയാണ് എന്ന് ട്രംപ് ആക്രോശിച്ചു എന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പറയുന്നത്. ട്രംപ് കടുത്ത ദേഷ്യത്തിലായിരുന്നുവെന്നും വാട്ട് ദ ഫക്ക് ആർ യു ഡൂയിങ് എന്ന് നെതന്യാഹുവിനോട് ഉറക്കെ ചോദിച്ചുവെന്നുമാണ് അറിയുവാൻ കഴിഞ്ഞത്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അതിരുവിട്ടതാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. എന്തായാലും ഇത് ഇസ്രായേലിലെ പ്രതിപക്ഷ കക്ഷികൾ നെതന്യാഹുവിനെതിരെ വലിയ തോതിലുള്ള ഒരായുധമാക്കി മാറ്റിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തെ ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ അടിയറ വെച്ചു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ഇസ്രായേലിൽ ആരോപിക്കുന്നത്. ഈ ഫോൺ വിളിയുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹു ഇസ്രായേൽ സൈന്യത്തെ ലെബനോനിലെ ബെയ്റൂട്ടിൽ നിന്നും തിരികെ വിളിച്ചു എന്നും വാർത്തകൾ പ്രചരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഈ കാര്യം നിഷേധിക്കുകയാണ്. തങ്ങൾ ലെബനനിലേക്ക് അയച്ച സൈന്യത്തെ തിരികെ വിളിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇതിനിടയിൽ ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയ്ക്ക് അവസാനിപ്പിക്കുവാൻ കഴിയാത്തതിന്റെ പിൻപിലെ പ്രധാന പ്രേരണാ ശക്തി നെതന്യാഹു ആണ് എന്നാണ് അമേരിക്കയിലെ ഉൾപ്പെടെ പല ഉന്നത നേതാക്കന്മാരും പറയുന്നത്. എന്തായാലും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ഇപ്പോൾ ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നെതന്യാഹു നടത്തിയ അഴിമതി കേസുകളിൽ ഇസ്രായേൽ പ്രസിഡന്റിനോട് ട്രംപ് നേരത്തെ തന്നെ രാജ്യത്തോട് മാപ്പപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനെ മുൻനിർത്തിയാണ് ട്രംപിന്റെ ഈ ജയിൽ പരാമർശം പുറത്തു വന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിനോടുള്ള ട്രംപിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ താൻ കുറിച്ചു. അതിൽ അദ്ദേഹം നെതന്യാഹുവിനെ ബീബി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ബെയ്റൂട്ടിലേക്ക് വലിയ സൈനിക മുന്നേറ്റം നടത്തരുത് എന്ന് ഞാൻ ആവശ്യപ്പെട്ടതായും അതനുസരിച്ച് സൈന്യത്തെ നെതന്യാഹു തിരിച്ചു വിളിച്ചതായിട്ടും വ്യക്തമാക്കി. ഇറാനുമായുള്ള ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് എന്നും ട്രംപ് അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ വാർത്തയോട് നെതന്യാഹുവിന്റെ ഓഫീസ് ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും ഇസ്രായേലിലെ ചാനൽ 12 വാർത്താ മാധ്യമത്തോട് നെതന്യാഹുവിന്റെ ജീവനക്കാർ ഇരു നേതാക്കളും തമ്മിൽ കടുത്ത ഭാഷയിൽ തർക്കമുണ്ടായി എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ തെറിവിളിച്ചു എന്നുള്ള വാർത്തകൾ അവർ ഭാഗികമായി നിഷേധിക്കുകയാണ്. ഇതേസമയം ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായി തുടരുമ്പോൾ ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ നെതന്യാഹു ഭയന്നുപോയി എന്നും രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ പണയപ്പെടുത്തിയെന്നുമാണ് ആരോപിക്കുന്നത്. ട്രംപ് പരസ്യമായി നന്ദി പറഞ്ഞത് നെതന്യാഹുവിന്റെ കീഴടങ്ങലിന്റെ തെളിവാണ് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. വരുവാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിക്കും ഇത് വലിയ തിരിച്ചടിയാകും എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് കേവലം സൗഹൃദത്തിലല്ല, മറിച്ച് പരസ്പര താല്പര്യങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചത്. ട്രംപിനെ സംബന്ധിച്ച് തന്റെ രണ്ടാം ഊഴത്തിൽ ഇറാനുമായി ഒരു വലിയ സമാധാന കരാർ ഉണ്ടാക്കുക എന്നത് വലിയൊരു രാഷ്ട്രീയ നേട്ടമാണ്. അതിന് തടസ്സം നിൽക്കുന്ന ആരെയും, അത് എത്ര അടുത്ത സഖ്യകക്ഷിയായി ഇസ്രായേലായാൽ പോലും അദ്ദേഹം വെച്ചു പൊറുപ്പിക്കില്ല എന്ന ശൈലിയാണ് ഇവിടെ കാണുന്നത്. നെതന്യാഹു ആകട്ടെ അമേരിക്കയുടെ സൈനിക സാമ്പത്തിക സഹായമില്ലാതെ മുൻപോട്ടു പോകുവാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തൽക്കാലം ട്രംപിന്റെ ദേഷ്യത്തിന്റെ മുൻപിൽ വഴങ്ങിക്കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു സംഭവ വികാസം മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുമെന്നും
അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വലിയൊരു വിള്ളലുണ്ടാക്കുമെന്നും കരുതുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് അതീവ സങ്കീർണവും എന്നാൽ ലോകത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതുമായ ഒരു ഘട്ടമാണ്. നിലവിലെ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തലുകളും മുൻനിർത്തി ഈ ഫോൺ കോൾ വിവാദം മിഡിൽ ഈസ്റ്റിലും യുദ്ധത്തിലും ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് 3 പ്രധാന നിഗമനങ്ങളിലാണ് എത്തിച്ചേരുവാൻ കഴിയുന്നത്. ഒന്ന്, യുദ്ധത്തിന്റെ ഗതിമാറ്റം. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്റെ ഈ ഭരണ കാലയളവിൽ ഇറാനുമായി ചരിത്രപരമായ ഒരു സമാധാന കരാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന് തടസ്സം നിൽക്കുവാൻ ഇസ്രായേലിനെ ഒരിക്കലും ട്രംപ് അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത വൻ കരയുദ്ധവും ബെയ്റൂട്ട് ആക്രമണവും താൽക്കാലികമായി മന്ദഗതിയിലാവും. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രായേലിന് ഭാഗികമായി സൈന്യത്തെ പിൻവലിക്കേണ്ടി വരും. ഇത് ഇറാനുമായുള്ള US ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകും. 2, നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി ഇവിടെ പ്രതിസന്ധിയിലാവുകയാണ്. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഈ സംഭവം നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ്. മിസ്റ്റർ സെക്യൂരിറ്റി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നെതന്യാഹു ഒരു വിദേശ രാജ്യത്തിന്റെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങി സൈന്യത്തെ പിൻവലിച്ചു എന്നത് ഇസ്രായേൽ ജനതയ്ക്കും തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾക്കും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഭയന്ന് വീട് വിട്ടുപോയ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. അവരെ സുരക്ഷിതരാക്കാതെ ട്രംപിനെ ഭയന്ന് യുദ്ധം നിർത്തുന്നത് വരുവാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന്റെ പതനത്തിന് കാരണമായി മാറിയേക്കാം. 3, ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിലെ പുതിയ രീതി. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുമെങ്കിലും അത് പൂർണ്ണമായും തകരില്ല. കാരണം ഇസ്രായേലിന് നിലനിൽക്കണമെങ്കിൽ അമേരിക്കയുടെ ആയുധങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയും അത്യാവശ്യമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്ക പറയുന്ന ലൈനിൽ മാത്രം ഇസ്രായേൽ നീങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാക്കും. ട്രംപിന്റെ കടുത്തതും പ്രകോപനപരവുമായ സമീപനം നെതന്യാഹുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. ചുരുക്കത്തിൽ നെതന്യാഹുവിന് ട്രംപിനെ പിന്തുണയ്ക്കുവാൻ കഴിയില്ല. അതേസമയം യുദ്ധം നിർത്തിയാൽ ഇസ്രായേലിലെ സ്വന്തം കസേര തെറിക്കുകയും ചെയ്യും. ഇത് അതീവ ഗുരുതരമായ ഒരു അഗ്നി പരീക്ഷയാണ്. ഈ അഗ്നി പരീക്ഷയിലേക്കാണ് നെതന്യാഹു കടന്നു പോകുവാൻ പോകുന്നത്. എന്നാൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കാതെ പിന്മാറിയാൽ അത് ഇസ്രായേലിന്റെ സുരക്ഷയെ കൂടുതൽ അപകടത്തിലാക്കും എന്ന ഒരു ഗുരുതര പ്രശ്നം നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവർ മുൻപോട്ട് വെക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് സത്യമാണ് താനും. ഒരു ഇസ്രായേലി പൗരന്റെയോ അവിടെയുള്ള സൈനിക നേതൃത്വത്തിന്റെയോ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കാതെ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നത് ഇസ്രായേലിന്റെ ഭാവി സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. ഹിസ്ബുള്ളയ്ക്ക് തീർക്കുവാനുള്ള കണക്കുകൾ അത്രമേൽ വലുതാണ്. അതിന്റെ പിൻപിലെ പ്രധാന കാരണങ്ങൾ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസം, അതായത് ഒക്ടോബർ 8, അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേലിന് നേരെ ഒരു കാരണവുമില്ലാത്ത നിരന്തരം റോക്കറ്റുകൾ അയക്കുന്ന സംഘടനയാണ് ഹിസ്ബുള്ള. വടക്കൻ ഇസ്രായേലിൽ താമസിച്ചിരുന്ന 60,000-ലധികം ഇസ്രായേലി പൗരന്മാർക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് അഭയാർത്ഥികളായി മാറേണ്ടി വന്നത് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം കാരണമാണ്. അവരെ സുരക്ഷിതമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക എന്നത് നെതന്യാഹു സർക്കാരിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. 2, ഹമാസിനേക്കാൾ 10 മടങ്ങ് ശക്തി ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഹമാസ് ഒരു ചെറിയ പ്രദേശത്ത്, അതായത് ഗാസയിൽ മാത്രം ചുരുങ്ങിക്കിടക്കുന്ന സംഘടനയാണെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ലെബനൻ എന്ന രാജ്യത്തിന്റെ ഭരണം തന്നെ നിയന്ത്രിക്കുവാനുള്ള ശേഷിയുണ്ട്. ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഇസ്രായേൽ വധിച്ചെങ്കിലും ഹിസ്ബുള്ളയുടെ പക്കൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരെ ഇപ്പോൾ പകുതി വഴിയിൽ വെച്ച് വെറുതെ വിട്ടാൽ അവർ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇസ്രായേലിന്റെ ഭയം അത് തികച്ചും ന്യായമാണ്. എന്നാൽ ഇസ്രായേലിന്റെ മുൻപിലുള്ള വലിയ തടസ്സം ഇതാണ്. ഒരു വശത്ത് ശത്രുവിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും മറുവശത്ത് അമേരിക്ക നൽകുന്ന ആയുധങ്ങളും പണവും ഇല്ലാതെ ഇസ്രായേലിന് ഈ യുദ്ധം അധിക നാൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ട്രംപ് പിണങ്ങിയാൽ ഇസ്രായേലിന്റെ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിലുള്ള ആയുധങ്ങൾ പോലും തീർന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. ചുരുക്കത്തിൽ നെതന്യാഹു ഇപ്പോൾ നിലനിൽക്കുന്നത് കനത്ത ഇരുതല മൂർച്ചയുള്ള വാളിന്റെ മുൻപിലാണ്. ട്രംപിനെ അനുസരിച്ചാൽ സ്വന്തം രാജ്യത്ത് ഭീരു എന്ന ലേബൽ വീഴും, ശത്രുക്കൾ വീണ്ടും ശക്തരാകും. എന്നാൽ ട്രംപിനെ അവഗണിച്ചാൽ അമേരിക്കൻ പിന്തുണ നഷ്ടപ്പെട്ട് ഇസ്രായേൽ ലോകരാജ്യങ്ങളുടെ മുൻപിൽ പൂർണ്ണമായും ഒറ്റപ്പെടും. അതുകൊണ്ട് തന്നെ ഈ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ നെതന്യാഹു ഇനി എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളും ഇരു നേതാക്കളുടെയും മുൻകാല സ്വഭാവ രീതികളും വിലയിരുത്തുമ്പോൾ നെതന്യാഹു പൂർണ്ണമായി യുദ്ധം നിർത്താനോ ട്രംപിനോട് പരസ്യമായി ഏറ്റുമുട്ടാനോ മുതിരില്ല. പകരം ഒരു താൽക്കാലിക പിന്മാറ്റവും അണിയറയിലുള്ള തന്ത്രപരമായ നീക്കങ്ങളുമായിരിക്കും ഇനി ഉണ്ടാകുവാൻ പോകുന്ന സാധ്യത. പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് വരും ദിവസങ്ങളിൽ സാധ്യതയുള്ളത്. 1, പരസ്യമായി വഴങ്ങുക, രഹസ്യമായി ലക്ഷ്യം കാണുക. ട്രംപിന്റെ കോപം തണുപ്പിക്കുവാൻ വേണ്ടി ലെബനോനിലെ വൻകിട കരസേനാ മുന്നേറ്റങ്ങൾ താൽക്കാലികമായി ഇസ്രായേൽ നിർത്തിവെച്ചേക്കാം.
ട്രംപ് ആവശ്യപ്പെടുന്നത് പോലെ അതിർത്തിയിൽ ചില സൈനിക വ്യൂഹങ്ങളെ പിൻവലിച്ചതായി വരുത്തി തീർക്കുകയും ചെയ്യും. എന്നാൽ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെയും ആയുധപ്പുരകളെയും ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങളും രഹസ്യ ഏജന്റുകളെ ഉപയോഗിച്ചുള്ള സർജിക്കൽ ഓപ്പറേഷനുകളും ഇസ്രായേൽ രഹസ്യമായി തുടരാൻ തന്നെയാണ് സാധ്യത. രണ്ടാമത്തെ മറ്റൊരു സാധ്യത ട്രംപിന്റെ ഇറാൻ അമേരിക്ക കരാറിന് വേണ്ടി കാത്തിരിക്കുക. ട്രംപിന് ഇറാനുമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കിയേ പറ്റൂ. അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധൃതി പിടിച്ചുള്ള വിഷയം. ആ കരാർ എന്താണെന്ന് നോക്കുവാൻ നെതന്യാഹു കുറച്ച് സമയം അനുവദിക്കും. ഇറാൻ ആ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വീണ്ടും ഒരു ആക്രമണം നടത്തുകയോ ചെയ്യുന്ന സന്ദർഭത്തിനു വേണ്ടി നെതന്യാഹു കാത്തിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ താങ്കൾ പറഞ്ഞത് കേട്ടു മാറി നിന്നു, പക്ഷേ ശത്രുക്കൾ അത് മുതലെടുത്തു എന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ശക്തമായ ആക്രമണത്തിലേക്ക് കടക്കുവാൻ ഇസ്രായേലിന് സാധിക്കും. രണ്ടാമത്തെ സാധ്യത അമേരിക്കയിലെ തീവ്ര ഇസ്രായേൽ അനുകൂലികളെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ഇസ്രായേൽ അനുകൂല ലോബികളും ശതകോടീശ്വരന്മാരായ ഫണ്ടർമാരുമുണ്ട്. ട്രംപ് ഇസ്രായേലിനെ അമിതമായി സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് കാണിച്ച് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ട്രംപിന്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുവാൻ നെതന്യാഹു തന്റെ സ്വാധീനം ഉപയോഗിച്ചേക്കാം. എന്തായാലും നെതന്യാഹു ഇപ്പോൾ സമയം വിലയ്ക്ക് വാങ്ങുകയാണ്. ട്രംപിനെ താൽക്കാലികമായി ശാന്തനാക്കുക, അതേസമയം തന്നെ ഹിസ്ബുള്ളയെ പൂർണ്ണമായി തകർക്കുക എന്ന തന്റെ ലക്ഷ്യത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറാതിരിക്കുക. ഈ ഒരു ഇരട്ടത്താപ്പ് നയവുമായിട്ടായിരിക്കും നെതന്യാഹു മുൻപോട്ട് പോവുക. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ കടുത്ത സമ്മർദ്ദമുണ്ടായാലും ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം പൂർണ്ണമായി നിർത്തുവാൻ നെതന്യാഹുവിന് കഴിയില്ല. കാരണം അത് നെതന്യാഹുവിന്റെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. ഇനി ഒരുപക്ഷെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അയാൾ അതിന് തയ്യാറായാലും ഇസ്രായേലിലെ സൈനിക നേതൃത്വം നെതന്യാഹുവിനെ അതിന് അനുവദിക്കുകയുമില്ല.